ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഹെയർ കളയുന്നതിൻ്റെയാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഖത്തെ ഹെയർ കളയുന്നതിൻ്റെയാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയിലായിരുന്നു എൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അപ്പം ഇവിടെയൊക്കെ നല്ല ഇതായിട്ട് കറുത്ത് ഇങ്ങനെ രണ്ട് സൈഡിലും കരി തേച്ച മാതിരി ഇരിക്കും. എന്നിട്ട് ഈ രണ്ട് സൈഡിൽ അതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഈ നൂല് കൊണ്ട് ഇങ്ങനെ ത്രെഡ് നമ്മൾ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്താണ് കളഞ്ഞുകൊണ്ടിരുന്നത്. പിരിയൊക്കെ ത്രെഡ് ചെയ്യുന്ന പോലെ അങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത് 2-3 ദിവസത്തേക്ക് അവരത് മാറും. 3-ാമത്തെ ദിവസം വീണ്ടും ഇതുപോലെ തന്നെ കിളുക്കും. പക്ഷേ ഈ പറിച്ച് കളയുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർക്കാതെ അവിടെ ഇരിക്കട്ടെ നിൽക്കും. പിന്നെ എനിക്ക് കത്രികൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തുകളെ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് പഴയ പോലെ തന്നെ അങ്ങ് ആവുമായിരുന്നു. അപ്പം ഞാൻ അതിന് എനിക്കൊരാൾ പറഞ്ഞു തന്നാണ് ഇങ്ങനെ ഒരു ഇത് ഒന്ന് ചെയ്ത് നോക്ക്, മാറ്റം വരുമെന്നും വേണ്ട. അപ്പം ആ ആൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ഒരു വാക്സിൻ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇപ്പോൾ ഈ 1 മാസം നമ്മളിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ 2 മാസം വരെ നമുക്കത് മുഖത്ത് ശകലം പോലും കിളിർത്ത് വരാതിരിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരുന്നില്ല. പിന്നെ അവരെനിക്ക് വേറെ കാര്യം കൂടെ പറഞ്ഞു തന്നായിരുന്നു, അങ്ങനെയും കൂടെ ചെയ്താൽ പൂർണ്ണമായിട്ട് മാറി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് തുടർച്ചയായിട്ട് ചെയ്തില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്യാതെ അത് ശരിയായില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ചെയ്ത് റിസൾട്ട് കിട്ടിയവരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ അതുപോലെ പറഞ്ഞു കൊടുത്തു, അവൾക്ക് ചെയ്ത് നല്ലപോലെ അവിടെ മുഖത്തെ മാറി. 2 പ്രാവശ്യം ഇത് ഈ വാക്സിൻ ചെയ്ത് ഇങ്ങനെ ചതിച്ച് 3-ാമത്തെ പ്രാവശ്യം തൊട്ടുള്ള പറഞ്ഞു ഇപ്പോൾ മുഖത്ത് ശാലം പോലും കിളിർക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ചെറിയ പൊടി പോലെയുള്ളായിരുന്നു. ചെറിയ പൊടി പോലെയുള്ള നമുക്ക് അത്ര വൃത്തിയായിട്ട് തോന്നത്തില്ല, അതൊരു ഭംഗിയായിട്ടേ തോന്നത്തുള്ളൂ. അപ്പം ഇത് ഭയങ്കര കട്ടിയിലൊക്കെ അങ്ങോട്ട് ഈ ആണുങ്ങളുടെയൊക്കെ മീശ പോലെ ആകുമ്പോഴാണ് നമുക്കിത് വൃത്തികേടായിട്ട് തോന്നുന്നത്. അപ്പം ഞാനിത് ആദ്യം എന്നാന്ന് വെച്ചാൽ ഒരിടത്ത് ഞങ്ങളുടെ കസിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഒരുമാതിരി പേസ്റ്റ് പോലെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു ക്രീം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നേ. അത് മുഖത്ത് തേച്ച് ഒരു 2-3 മിനിറ്റ്, ഒരു കെട്ട നാറ്റം അതിന് ഛർദ്ദിക്കാൻ പറ്റും. അതിൻ്റെ നാറ്റം വരുമ്പം തന്നെ അതിങ്ങനെ പുരട്ടിച്ച് ആ ഒരു ഇത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തൂത്ത് കളയുമ്പോൾ മൊത്തം കൂടെ അങ്ങ് പോകുക. അന്നേരം നമുക്ക് അത് ഉപയോഗിക്കാൻ നല്ലതാണ്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അത് പൊടി പോലെ നമ്മുടെ മുഖത്ത് കിളിർത്ത് തുടങ്ങും. അത് ഈ ഒരു ഇതിൻ്റെ നാറ്റവും സഹിക്കണം. നമ്മൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതാകും ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു അത് പിന്നെ കിളിർത്ത് വന്നപ്പം നേരത്തേലും ഇരട്ടിയായിട്ട് കിളിർത്ത് വന്ന പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയി എനിക്കിത്. പിന്നെ വെച്ചാൽ നമ്മളത് ഒന്നും പറഞ്ഞാലും ഇത്രയും കറുപ്പ് കളറായിട്ടില്ലായിരുന്നു, ഒരു ഇച്ചിരി കട്ടി കൂടുതലായിട്ട് കിളിർത്ത് വന്നു എന്ന് മാത്രമുള്ളായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നമുക്ക് പുറത്തിറങ്ങിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ കല്യാണം എല്ലാം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഹോർമോണിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇത് കട്ടിയിലുണ്ടാകുന്ന തുടങ്ങി. അപ്പോൾ ഈ 2 സൈഡിലായിട്ടാണ് നല്ല കറുപ്പ് കളറായിട്ട് ഇരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു തോന്നൽ, എൻ്റെ മുഖത്ത് മീശ കണ്ടിട്ടാണോ ഇവരെന്നെ നോക്കുന്നത്, ഇനി അവർ കളിയാക്കുവാണോ എന്നൊക്കെ ഒരു സ്വയം തോന്നലായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതായി കഴിഞ്ഞ് ഞാൻ ഈ നൂല് കൊണ്ട് എടുത്ത് കളയാൻ തുടങ്ങി. പക്ഷേ എടുത്ത് കളഞ്ഞാലും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കിളിർത്ത് വരുന്നുണ്ട്, അതേപോലെ കറുപ്പിൽ വരുന്നത്. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ഈ ഒരു വാക്സിൻ ചെയ്തപ്പോഴത്തേക്ക് ഈ സൈഡിലത്തെ ആ കറുപ്പങ്ങ് മാറി കേട്ടോ. ഈ 2 സൈഡിലത്തെ അത് കറുപ്പായിട്ടുള്ള എന്നാലും പൊടിയായിട്ടുണ്ട്, പൂർണ്ണമായിട്ടും പോയെന്നല്ല. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ പറഞ്ഞ സംഭവം ഞാൻ ചെയ്തില്ല, ഇത് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ആ പൊടിയായിട്ടുള്ളത് എനിക്ക് മുഖത്ത് പിന്നെ ഇതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കളയുന്നതെന്നുള്ളതാണ് വെച്ചാൽ മിക്കവാറും പ്രശ്നങ്ങളാണ് ലേഡീസിൻ്റെ, ഹോർമോണുള്ളവരും അല്ലാത്തവർക്കൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരമാട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമുക്കൊരു വാക്സിൻ ആദ്യം ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയതിന് ശേഷം അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ചേർക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. നോക്കിയാലേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് പശപ്പ് പോലെ കിട്ടുള്ളൂ. എന്നിട്ട് ഇതിപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വേദനയൊന്നും വരത്തില്ല കേട്ടോ. ചെറിയൊരു വേദന വരും, എന്തായാലും ഒരു നമ്മുടെ സ്കിന്നിൽ നിന്ന് ചെറിയ രോമം പോകുന്നില്ല, ചെറിയൊരു ഉറുമ്പ് അടിക്കുന്ന വേദന അത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ വേദനയൊന്നുമില്ല. വലിയ വേദനയൊന്നും ഞാൻ ഇതിനൊന്നും മെനക്കെട്ട് ഇറങ്ങിയില്ല കേട്ടോ, ഭയങ്കര വേദനയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത് വലിയ വേദനയൊന്നുമില്ല. ഇത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ലിക്വിഡ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ നോക്കാം. ലിക്വിഡല്ല, ഒരു ജെല്ല് പോലെ ഒരു സംഭവമാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ നമുക്കിതിന് വേണ്ടത് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് മതി എനിക്ക്, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര മതി. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. ഞാനിപ്പോൾ ഇത് കുഞ്ഞു നാരങ്ങയാണ്, ഇതിൻ്റെ നീര് നോക്കിയാണ് എടുക്കുന്നത്. നമ്മൾ ഈ പഞ്ചസാര നല്ലപോലെ ഇതിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതി വേണം നീര് ചേർക്കാനായിട്ട്. കുരുവൊക്കെ വീണിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പിന്നെ എടുത്ത് കളഞ്ഞാൽ മതി. കുഞ്ഞു നാരങ്ങ, എന്നിട്ട് അവിടെ നീര് കുറവാണ്, ഞാൻ വേറെ നാരങ്ങയും കൂടി എടുക്കട്ടെ. നാരങ്ങ നീര് നമ്മൾ ഈ പഞ്ചസാര മുങ്ങിക്കിടക്കുന്ന പോലെ വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ലൂസായിട്ട് ആ പശയായിട്ട് നമുക്ക് കിട്ടുകയില്ല. നാരങ്ങ നീര് കുറച്ചെടുത്തേച്ച് കൂടുതൽ പഞ്ചസാര എടുത്താൽ ഇത് തണുക്കുമ്പോഴത്തേക്ക് കല്ല് പോലെ ആകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ്
ഞാൻ ഇത് നേരത്തെ വെച്ചിരുന്ന നാരങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ഇച്ചിരി ഉണങ്ങിയ പോലത്തെയാണ്, പക്ഷേ നീരുണ്ട്. ആദ്യത്തേനകത്ത് വലിയ നീരൊന്നുമില്ല. എന്നിട്ട് ഇതിനകത്ത് കുരുവെല്ലാം ഒന്ന് പെറുക്കിക്കളയട്ടായിരുന്നേ. പെറുക്കിക്കളഞ്ഞേച്ച് അല്ലെങ്കിൽ എന്നു വെച്ചാൽ നമ്മളിത് ഒരു പശ പോലാണ് നമ്മൾ മുഖത്തോട്ട് ഇങ്ങോട്ട് ഒരു തേക്കുമ്പോഴത്തേക്ക് കുരു ഇതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കും. അതിനാണ് കുരു അങ്ങ് മാറ്റുന്നത്. കുരു അങ്ങ് മാറ്റിക്കളഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഇനി നമുക്കിത് തീ കത്തിച്ചേച്ച് ഇതിപ്പോൾ ഞാൻ തീ കത്തിച്ചേച്ച് അതൊരു ചെറിയ തീയിലിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാകുന്നിടം വരെ ഒത്തിരി തീ കൂട്ടിയിടണ്ട, ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ട്. തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തീ കുറച്ചിടണം. പഞ്ചസാര ഇതിനകത്തോട്ട് നല്ലപോലെ ഒന്ന് ചാലിച്ചെടുക്കാവേ. സ്പൂണായതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഇളക്കാവേ. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങി. നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ പഞ്ചസാരയായിട്ട് ഇത് മിക്സ് ആകത്തില്ല ശരിക്കും. ഇപ്പോൾ വലിയ സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട് കുറവല്ലേ. നല്ലപോലെ തിളച്ചു. ഈ കളറല്ല കേട്ടോ, ഈ കളറ് മാറി ഒരു ബ്രൗൺ പോലത്തെ കളറാകുമ്പോഴത്തേക്കും കൊടുക്കുന്നു. ബ്രൗൺ പോലത്തെ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇതിനി അതിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് കാണാവേ. ഇതുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. ഒരു ശകലം കൂടി ഒന്ന് ഈ കളറൊന്ന് ഡാർക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്കത്, ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുകയാണേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിന് ഇച്ചിരി ചൂട് നിൽക്കുന്ന പാത്രമാണ്. നമ്മൾ ഓഫ് ചെയ്തില്ലെങ്കിൽ ആ ഭയങ്കര ഡാർക്ക് കളറാകുമ്പോഴത്തേക്കും നമ്മൾ നിന്നാൽ നമുക്ക് ഭയങ്കര കരിഞ്ഞ പോലത്തെ ആയി പോകും. ഇതിനി ഒന്ന് തണുക്കണം. ഇതിനി ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഒരു പശ പോലെ ഇതായി കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇച്ചിരി കൊണ്ട് തണുക്കാണ്ട് ഇച്ചിരി കൊണ്ട് തണുത്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാവേ. ഉണ്ടാക്കി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് കേട്ടോ. ചെറിയ ചൂടോടുകൂടി ചെയ്താലും കുഴപ്പമില്ല, ഭയങ്കര ചൂടോടുകൂടി ഒരിക്കലും മുഖത്ത് തേക്കരുത് കേട്ടോ. മുഖം ഭയങ്കരമായിട്ടും ഇത് പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ പിന്നെ ഇതുപോലൊരു ചെറിയ വെള്ള തുണിയാണ്, തുണി ഇങ്ങനെ കീറിയെടുത്തേച്ച് നമ്മുടെ മുഖത്തിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള അത്രയും ഇതായിട്ടൊക്കെ. ഞാൻ ഇപ്പോൾ എനിക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ, അത് മാത്രം ഒന്ന് കളയാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഇപ്പം നമ്മൾ കൈ കൊണ്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല, കൈ കൊണ്ട് ചെയ്യാം, സ്പൂൺ കൊണ്ടാണ്ട് എങ്ങനെയാണ് ചെയ്യാം. ഇങ്ങനെ എടുത്ത് നമ്മൾ തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ പറ്റുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. മുഖത്ത് വെള്ളമൊന്നും പാടില്ല കേട്ടോ. വെള്ളത്തോടുകൂടി തേക്കൽ, വേർപ്പോടുകൂടി ചെയ്യരുത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ തുണി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണേ. ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം ഒറ്റ ഇതിനങ്ങ് വലിച്ചു കളയണം. വേണ്ടോ, ഇവിടുത്തെ മുഴുവൻ പോയി, ഇവിടെ ഒരു ശകലേ ഉള്ളൂ കേട്ടോ. ഇതുണ്ട്, അപ്പുറത്തേയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഞാൻ ഈ തുണിയെ പറ്റിയേക്കുന്നത് നോക്കട്ടെ, വീഡിയോ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാവേ. ഇനി ഒരു ശകലവും കൂടെ ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ പറ്റുമ്പോൾ ഇവിടെ മാത്രമായിട്ട്
നമ്മുടെ മുഖത്ത് ഇത് ഇങ്ങനെയല്ല രോമം നിൽക്കുന്നത്, നമ്മളതിന് നേരെ എതിരെ പിടിച്ച് വേണം എടുക്കാണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പം ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ ഇവിടുന്ന് താട്ട് വലിച്ചാൽ അത് പോവുകയില്ല, എതിരെ വേണം എടുക്കാണ്ട്. പോകും, പക്ഷെ പൂർണ്ണമായിട്ടും പോകത്തില്ല, അവിടെ ഇവിടെയൊക്കെ കുറേ പറ്റി പിടിച്ചിരിക്കും. ഇതുണ്ടോ, അതും പോയി കിട്ടി. ഇത് ഞാൻ ആ പുരട്ടിയ ഇതാണേ, കണ്ടോ, നല്ലപോലെ പോയി കിട്ടിയതുണ്ടോ. ഷേപ്പ് മാറിയല്ലോ തോന്നുന്നില്ലേ, ഈ സൈഡുമായിട്ട് ഷേപ്പ് മാറിയാലോ തോന്നുന്നുണ്ടോ. ഈ ചുമപ്പ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറി കിട്ടാം, നമ്മൾ അതങ്ങനെ എടുക്കുന്നതിൻ്റെയാണ് ചെറിയൊരു ചുമപ്പ് വരുന്നത്. പക്ഷേ വലിയ വേദനയൊന്നുമില്ല കേട്ടോ, നല്ല ഇതായിട്ട് നമുക്കൊരു ചെറിയ വേദനയുള്ളൂ, പക്ഷെ അതങ്ങ് പെട്ടെന്ന് നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. ഞാൻ ഇപ്പുറത്തെ സൈഡിലും കൂടെ കളയാവേ. നമ്മളിത് കറക്റ്റായിട്ട് ഇതിൻ്റെ ജെല്ല് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാൻ എളുപ്പമാണ്. വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചേച്ച് വേണം ചെയ്യാനായിട്ട്. ശകലം തുണി മതി കേട്ടോ. ചിലർ പറയും ടിഷ്യൂ പേപ്പർ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഇത് അമർത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തുണിയിലോട്ടും കൂടെ ഈ പശ നല്ലപോലെ ഇതാകാൻ വേണ്ടിയാണ് അമർത്തി കൊടുക്കുന്നത്. ഇവിടെ ഒരു ശകലം ഇവിടെ ആയിട്ട് കളയാനായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പിന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാകില്ല കേട്ടോ, ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം കേട്ടോ. എൻ്റെ അനുഭവം വെച്ചാൽ പെട്ടെന്ന് പിന്നെ നമ്മുടെ മുഖത്ത് അങ്ങനെ ഇത് പ്രശ്നം വരത്തില്ല. കണ്ടോ, അതും പോയി കിട്ടി. ഇപ്പം മുഖത്തെ മുഴുവനും പോയി. ഇപ്പം മുഖത്തിന് വേറെ ഷേപ്പ് പോലെ തോന്നില്ലേ. അപ്പം നല്ല ഇതായിട്ട് നമ്മുടെ മുഖത്തെ പോകും കേട്ടോ. ഒത്തിരി നേരത്തെ പണിയും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഇതിപ്പോൾ ഞാൻ തുണിയൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെ നൂലൊക്കെ ഒരിച്ചിരി ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടുള്ള ഇതേ ഉള്ളൂ. വേണ്ട, ഇതിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെയൊക്കെ കാണുന്നത് കേട്ടോ. അതൊരു കറുപ്പായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ ഇത് കേട്ടോ, ഇതിൻ്റെ ഇതായിട്ടുള്ളൂ. ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ. നമുക്കിത് പറിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു ഇതുപോലെ തോന്നും കേട്ടോ. പക്ഷേ 2 ദിവസം കൊണ്ട് നമ്മുടെ മുഖം സെറ്റാകും. ആ ഒരു ഇത് നമുക്ക് എന്തോ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് നിന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ചിലർ മീശയൊക്കെ വെച്ച് പെട്ടെന്ന് ക്ലീൻ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവരെ കാണുമ്പോൾ എന്നെ ഒരുപോലെ തോന്നില്ല. അതുപോലെ ഒരു ദിവസത്തേക്കുള്ളൂ, പിറ്റേ ദിവസം നമുക്കതങ്ങ് ഓക്കെ ആകും കേട്ടോ. നമ്മുടെ മുഖമായിട്ട് അതങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പം നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ മുഖത്തിന് ഇങ്ങനെയാണ്, എൻ്റെ ഹെയറിൻ്റെ ഭയങ്കര കട്ടിയായിരുന്നു, ഇത്രയും ഞാൻ കളഞ്ഞത്. അതുപോലെ നമുക്ക് പിരിയൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിരിയൊക്കെ ത്രെഡ് ചെയ്യുന്ന പോലെ ഈ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാവുന്നതാണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുത്തേച്ച് തുണി ഇങ്ങനെ ഒട്ടിച്ച് അങ്ങ് പറിച്ച് കളഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുക. കറക്റ്റ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ, അല്ലാത്തവർ ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ നമ്മുടെ താടിയിലുണ്ടാകുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് ഹെയർ ഇങ്ങനെ കളയാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ ബാക്കി കാര്യം എന്നാന്നുള്ളത് പറയാമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ മൊത്തം ഇങ്ങനെ കളഞ്ഞും എല്ലാം ഒന്ന് സെറ്റായി ഇരിക്കുകയാണല്ലോ. അപ്പം ഇനി ഇത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പച്ചമഞ്ഞൾ, നമ്മുടെ വീട്ടിലുള്ള പച്ചമഞ്ഞളാണ് ഏറ്റവും നല്ലത്. അടുത്ത വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും മേടിക്കുക, പച്ചമഞ്ഞളാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഇത് കൊള്ളത്തില്ല. എന്നാന്ന് വെച്ചാൽ മഞ്ഞൾ പൊടി മേടിക്കുന്നത് കൊള്ളത്തില്ല, അത് പന്നലാണ്. അത് ഒറിജിനൽ മഞ്ഞൾ പൊടി ആയിരിക്കുകയില്ല. അല്ല നമ്മൾ വീട്ടിൽ പൊടിച്ചാണേലും, പക്ഷേ പൊടിച്ചതിനേക്കാളൊക്കെ ഇച്ചിരി കൂടെ നല്ലപോലെ എഫക്റ്റ് കിട്ടുന്നത് നമുക്ക് ഈ പച്ചമഞ്ഞളാണ് കേട്ടോ. പച്ചമഞ്ഞൾ ഒരു കല്ലിലോട്ട് ഇങ്ങനെ വെച്ചൊന്ന് അരയിലോട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഉരച്ചാൽ മതി. ഏതെങ്കിലും ഒരു കല്ലിൽ ഇങ്ങനെ ഒന്ന് ഉരച്ച് വെച്ച് അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ ഉപ്പ് കല്ലോ ഇട്ടിങ്ങനെ ഒന്ന്, അല്ലെങ്കിൽ ഉപ്പൊന്ന് ഇച്ചിരി ചാലിച്ച് വെച്ച് അതിങ്ങനെ ഒഴിച്ച് വെച്ച് അതിലിട്ടിങ്ങനെ ഉരച്ചെടുത്താലും മതി. ആ മഞ്ഞളിൻ്റെ ആ ഒരു
ഇതുണ്ടല്ലോ ആ ഉരച്ചെടുക്കുന്ന അത് എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡിലും തേച്ച് കൊടുക്കുക. തടിയില്ലെങ്കിൽ തടിയിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കഴുകിക്കളഞ്ഞേക്കുക. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് പിന്നെ കിളിർത്ത് ചിലർക്ക് പൂർണ്ണമായിട്ട് അത് പോകും, കിളിർത്ത് വരികയല്ല. ഹോർമോണിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് പൊടിയായിട്ട് ഇച്ചിരിയൊക്കെ പിന്നെയും കിളുക്കും. അപ്പം ഹോർമോണിൻ്റെ പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മുഖത്തുനിന്ന് മാറിക്കിട്ടും. അതല്ല ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതിന് 2-3 പ്രാവശ്യം അത് ചെയ്യേണ്ടി വരും. അതോടുകൂടി അവർക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പക്ഷേ ദിവസം ഈ മഞ്ഞൾ തേച്ചാൽ പിന്നെ ഉണ്ടാകത്തില്ല. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ മഞ്ഞൾ തേച്ചില്ലെന്ന് പറഞ്ഞാലും ഇതിപ്പോൾ ഉടനെയൊന്നും നമ്മുടെ മുഖത്തുണ്ടായി വരാൻ പോകുന്നില്ല കേട്ടോ. നമുക്ക് കുറേ നാൾ കഴിഞ്ഞേ ഇത് ഉണ്ടാകത്തുള്ളൂ. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്, കാര്യം എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഈ പൊടിയായിട്ട് കിളുത്ത് വരാൻ നിന്ന് എന്നാന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കേട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് ഇതെങ്ങനെ കളയുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനതിപ്പോൾ കുറേ നാളായി ഞാനിത് ചെയ്തിട്ട്. അപ്പോൾ അത് വീണ്ടും ഒന്ന് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാനത് കളയാതെ നിന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പച്ചമഞ്ഞളൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചെറിയ പൊടിയായിട്ട് ചിലപ്പോൾ കിളുത്ത് വരും. എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് ഇത് പൂർണ്ണമായിട്ട് പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, മുഖത്തെ ഹെയർ കളയുന്നതിൻ്റെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് അതാണെങ്കിൽ ലൈക്ക് ചെയ്യുമ്പം ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. അതേ പ്രസ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അതിനകത്ത് ഇങ്ങനെ പോയിന്റ് കൊടുക്കുന്നതിൻ്റെ ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് പോയിന്റ് കൊടുക്കും കൂടെ ഒന്ന് ചെയ്യണേ, ലൈക്ക് ചെയ്യുന്നവരെ. എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് അറിയാൻ പറ്റാത്തവരാണ് പറഞ്ഞുതരാം. വീണ്ടും നമ്മളത് പതിയെ അങ്ങോട്ട് നീക്കിയാൽ മതി. ആ ഹൈപ്പിന് ആ പോയിന്റ് വരുമല്ലോ, പോയിന്റ് വരുമ്പോൾ പതിയെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് വലത്തുവശത്തോട്ട് നമ്മളിങ്ങനെ നീക്കി കൊടുത്താൽ അതൊക്കെ നീക്കിയോളും. നമുക്ക് പിന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാര്യം നേരത്തെ പോലത്തെ കമൻറ്റ് വരെ ഇപ്പോൾ ഇല്ല. വീഡിയോയിൽ കമൻറ്റ് ഒരുപാട് കുറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് അറിയാൻ മേലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ഇതാകുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം വരും. അത് നിങ്ങൾ ആ പോയിന്റ് കൊടുക്കാനാണ്. ആ ഹൈപ്പ് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് അടിയിൽ പോയിന്റ് വരും. പോയിന്റ് പ്രസ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കമൻറ്റ് ഇടാനായിട്ട് അത് പതിയെ നമ്മൾ വലത്തോട്ട് ഇങ്ങനെ പതിയെ ഒന്ന് നീക്കിയാൽ മതി. അത് നീങ്ങിപ്പോക്കോളും. പോയി കഴിഞ്ഞ് നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുന്നവരെല്ലാം ഒന്ന് ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ.